മമ്പുറം ഞങ്ങൾ ഫത്വ എന്ന് പറഞ്ഞാൽ ഫത്വ ഉണ്ടല്ലോ. അതിന് പാങ്ങ് പറഞ്ഞു മറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, ഫത്വ കൊണ്ടുവരി. പാങ്ങ് വിട്ട് പാങ്ങിൻ്റെ കാലക്കാരല്ലല്ലോ കൊണ്ടുപോയി ഞങ്ങൾ. പാങ്ങിന് മുമ്പുള്ള നിങ്ങളുടെ മൂത്താപ്പന്മാർ പറഞ്ഞ നുണയിൽ അവരും വിട്ടിട്ടുണ്ടാവും, ഉറപ്പല്ലേ? അതുകൊണ്ടല്ലേ സമസ്തൻ്റെ പ്രമേയം ഇപ്പം പൊളിയുന്നത്. ചില ആൾ സമസ്തൻ്റെ പ്രമേയം പൊളിയ എന്താ പിന്നെ പ്രശ്നം? 40 മല്ലാക്കന്മാർ കൂടി അവിടെ എന്തെങ്കിലും വെക്കൂലേ? ബഹുമാനപ്പെട്ട വലിയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളവർ ഏറ്റവും വലിയ ആയിരിക്കും കുത്തുബ് സമാനുമാണ്. വലിയ ആരിഫാണ്, വലിയ വലിയാണ്. താൻ എന്ത് ചെയ്തു എന്നാൽ 70 കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു? ആ കാലത്തുള്ള മുഴുവൻ സ്വാലിഹീകളായ അന്മികളെയും വിളിച്ചു കൂട്ടി. വലിയ ദീർഘദർശനം ഉള്ള ആളാണത്. വിളിച്ചു കൂട്ടിയും കൊണ്ട് പറഞ്ഞു, കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട്, പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിൽ ഉള്ള ആരിഫ്യങ്ങളുടെ ചുമതലയല്ലേ? അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല. ഒറ്റക്ക് നിങ്ങൾക്ക് അത് നിർവഹിക്കാൻ സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈക്കൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി നിലകൊള്ളണം എന്ന് മഹാനവറുകൾ ആഹ്വാനം ചെയ്തു. കേരളത്തിലെ ആരിഫ്യങ്ങളോട് രൂപം കൊണ്ടു അന്നുള്ള മഹാന്മാരായ സ്വാലിഹ്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു. കാര്യം പറഞ്ഞേക്കങ്ങളോട്, ഇനി നിങ്ങൾ ഇപ്പെടുത്ത തീരുമാനമല്ല, 930 മണ്ണാർക്കാട് വെച്ചെടുത്ത തീരുമാനമല്ലേ ഇത്? ഇപ്പൊ എല്ലാരും പറയണൊരു വർത്താനം എന്താണെന്നറിയോ? തുടക്കത്തിലെടുത്ത തീരുമാനം തന്നെ എങ്ങനെയാണെങ്കിൽ ബാക്കി ഇവരെടുത്ത തീരുമാനമൊക്കെ എങ്ങനെ ആവൂലേന്നല്ല, അങ്ങനെ തന്നെയാണ് ഇൻഷാ അല്ലാഹ്. ഇതിനാണ് മരക്കൈത എന്ന് പറയാം. വിവരമില്ലാത്തവൻ